ഞാൻ ചോദിക്കുന്നത് ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടേണ്ടത്? ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, DYFI മുൻ ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ. ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത്? ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം CPM-നകത്തുണ്ടോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വലിയ പിന്തുണ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ആ പണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ആ കോടതിയിൽ കൂടി ചെലവഴിച്ച പൊതുഖജനാവിലെ പണം തിരിച്ചടക്കേണ്ട ആ പാർട്ടി, തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരോട്. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് CBI കൊണ്ടുവരാതിരുന്നു. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? CBI വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ. അതിനകത്ത് CPM-ന് എന്താ പറയാനായിട്ടുള്ളത്? ഇത് CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിലടക്കം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു പാർട്ടി, നാട് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പറയുക നിങ്ങൾ ആളെ കൊന്നോളൂ, സംരക്ഷണമായി ഞങ്ങളുണ്ട്, അതിന് പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിനൊക്കെതിരെ ഉണ്ടായ വിധിയാണിത്. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, 14 പ്രതികൾ മാത്രമല്ല, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്.